സങ്കീർത്തനം 13 മുതൽ 25 വരെയുള്ള തിരുവചനം. ഞാനോ യഹോവേ, പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദൈവയുടെ ബൗദ്ധത്താൽ നിന്റെ രക്ഷാവിശ്വസ്തയിൽ തന്നെ എനിക്ക് ഉത്തരമരുളണമേ. ചേറ്റിൽ നിന്ന് എന്നെ കയറ്റണമേ, ഞാൻ താണുപോകരുതേ. എന്നെ പാക്കിയവരുടെ കയ്യിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ജലപ്രവാഹം എൻ്റെ മീതെ കവിയരുതേ, ആഴമെന്നെ വിഴുങ്ങരുതേ, കുഴി എന്നെ അടച്ചുകളയും അരുതേ. ഹോവേ, എനിക്ക് ഉത്തരമരുളണമേ, നിന്റെ ദയ നല്ലതല്ലോ. നിന്റെ കരുണ ബോധപ്രകാരം എങ്കലേക്ക് തിരിയണമേ. അടിയന് തിരുമുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടത്തിലിരിക്കിയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ പ്രാണനോട് അടുത്തു വന്ന് അതിനെ വീണ്ടുകൊള്ളണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ. എനിക്കുള്ള നിന്ദയും ലജ്ജവും അവമാനവും നീ അറിയുന്നു. എൻ്റെ വൈരികൾ എല്ലാവരും നിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവന് സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു. ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു. എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. അവരുടെ മേശ അവരുടെ മുമ്പിൽ കെണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. അവരുടെ കണ്ണ് കാണാതെ വണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ അര എപ്പോഴും ആടുമാറാകട്ടെ. നിന്റെ ക്രോധം അവരുടെ മേൽ പകരണമേ. നിന്റെ ഉഗ്രകോപം അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസലം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ.